ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻസ് ആണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഫങ്ഷൻസ് എന്താണെന്നും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് കേൾക്കാത്തവരുണ്ട് വെച്ചെങ്കിൽ അത് കേൾക്കുക. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻസ് ആണ്. അതായത് കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻസ് ആണ്. എ ഫങ്ഷൻ ഡിപ്പെൻഡിങ് ഓൺ വെദർ ആർഗ്യുമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഓർ നോട്ട് ആൻഡ് വെദർ എ വാല്യൂ ഈസ് റിട്ടേൺ ഓർ നോട്ട് മേ ബിലോങ് ടു വൺ ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ്. അപ്പം ഇവിടെ ഫങ്ഷൻസിനെ കാറ്റഗറി ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർഗ്യുമെൻ്റ് ഉണ്ടോ അതോ അല്ല ആർഗ്യുമെൻ്റ് ഇല്ലയോ, അതേപോലെ റിട്ടേൺ ടൈപ്പ് ഉണ്ടോ അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഉള്ളതാണോ, ഈ 4 കാറ്റഗറീനെ ബേസിച്ചിട്ടാണ് ഈ ഫങ്ഷൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് വാല്യൂസ് പാസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയാന്ന് വെച്ചെങ്കിൽ, നമ്മൾ 2 നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള ഒരു ഫങ്ഷനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ 2 നമ്പർ നമ്മൾ അതിലോട്ട് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം സി ഈസ് ഈക്വൽ ടു സം എന്നാണ് നമ്മളെ ഫംഗ്ഷൻ്റെ പേര്. സി ഈസ് ഈക്വൽ ടു സം ഓഫ് സം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 10,20. ആ 10നെയും 20നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ഫംഗ്ഷൻ ആകുമ്പോൾ എന്താവും, സി ഈസ് ഈക്വൽ ടു സം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അതിലെന്തുണ്ടാവില്ല, ആർഗ്യുമെൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് 10,20 എന്നില്ല കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ എന്തുണ്ടാവും, വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചെന്നിട്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് ആർഗ്യുമെൻറ്റ്സ് യൂസർ എടുത്തുന്ന നമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് നമ്മളതിൽ പാസ് ചെയ്യാം. അപ്പോൾ അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. അതായത് ആർഗ്യുമെൻ്റ് ഉള്ളതും ആർഗ്യുമെൻ്റ് ഇല്ലാത്തതും. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ വാല്യൂ ഉള്ളതും റിട്ടേൺ വാല്യൂ ഇല്ലാത്തതും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സി ഈസ് ഈക്വൽ ടു സം ഓഫ് 10,20 എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡെഫിനീഷനിൽ നിന്നൊന്ന് പോയി നോക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സ്ഥലത്തൊന്ന് പോയി നോക്കാം. അതായത് അവിടെ എന്തുണ്ടാവും, ഇൻറ്റ് സമ്മ് ഇൻറ്റ് എ ഇൻറ്റ് ബി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ സി. ആ സി എന്തുണ്ടാവും, റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ഇനി അതല്ലെങ്കിൽ റിട്ടേൺ എ പ്ലസ് ബി അങ്ങനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും അവിടുന്ന് എന്തുണ്ടാവും, ഈ കൊടുക്കുന്ന 10ഉം 20നെയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ അവിടുന്ന് എന്തുണ്ടാവും, തിരിച്ചിങ്ങോട്ട് വിടുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ അവിടുന്ന് വാല്യൂ ഇങ്ങോട്ട് വരുന്നതും പാസ് ചെയ്യുന്നതും പാസ് ചെയ്യാത്തതും മനസ്സിലായി. ഇങ്ങനെയാണ് രണ്ടത്. ഇതിൽ തന്നെ എന്തുണ്ടാവും, ഫംഗ്ഷൻ എങ്ങനെ ഇതിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് നോക്കി, ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷനിൽ എന്തുണ്ടാവും, ഇനി ഓരോ കാറ്റഗറി പറയാം, 4 കാറ്റഗറി പറയാം. അപ്പോൾ ആർഗ്യുമെൻ്റ് എന്താണെന്നും റിട്ടേൺ വാല്യൂ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നോക്കാം, ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഇതിലെന്തുണ്ടാവില്ല, ഇവിടുന്ന് അങ്ങോട്ട് ആർഗ്യുമെൻറ്റും ഉണ്ടാവില്ല, അവിടുന്ന് ഇങ്ങോട്ട് വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നില്ല, വാല്യൂ 10,20 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇവിടുന്ന് പോകുന്നില്ല, അവിടുന്ന് സീൻ്റെ വാല്യൂ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻ്റ് ഇല്ലാത്തതും അതേപോലെ തന്നെ റിട്ടേൺ വാല്യൂ ഇല്ലാത്തതും. അടുത്ത നോക്കിയേ, എ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഈ കാറ്റഗറി ഇവിടുന്ന് അങ്ങോട്ട് ആർഗ്യുമെൻറ്റ് പോകുന്നുണ്ട്, പക്ഷെ എന്തില്ല, അവിടുന്ന് അങ്ങോട്ട് റിട്ടേൺ വാല്യൂ ഇല്ല. ഓക്കെ, അടുത്ത കാറ്റഗറിയെ നോക്കിയേ, ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻ്റ് ഉള്ളതും റിട്ടേൺ വാല്യൂ ഇല്ലതും. ഇപ്പോൾ നമ്മൾ സി ഈസ് ഈക്വൽ ടു സം ഓഫ് 10,20 ആണ്, അത് ഇതിൽ പെട്ടതാണ്. ഇവിടുന്ന് ആർഗ്യുമെൻറ്റും ഉണ്ട്, അവിടുന്ന് റിട്ടേൺ വാല്യൂ ഉണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷനിൽ എന്തില്ല, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നില്ല, പക്ഷേ അവിടുന്ന് റിട്ടേൺ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 4 കാറ്റഗറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ കാറ്റഗറി എന്താണെന്നുള്ളത് നമ്മൾ പറയും. അതിന് ഓരോ എക്സാമ്പിളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 4 കാറ്റഗറി. ഓക്കെ, ആർഗ്യുമെൻ്റ് ഇല്ല, റിട്ടേൺ വാല്യൂ ഇല്ല, ആർഗ്യുമെൻ്റ് ഉണ്ട്, റിട്ടേൺ വാല്യൂ ഇല്ല, ആർഗ്യുമെൻറ്റും ഉണ്ട്, റിട്ടേൺ വാല്യൂവും ഉണ്ട്, ആർഗ്യുമെൻ്റ് ഇല്ല, റിട്ടേൺ വാല്യൂ ഉണ്ട്.
ഇങ്ങനെ 4 കാറ്റഗറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ കാറ്റഗറി നോക്കുക. ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഇതിലെന്തില്ല, ഇവിടെ നിന്നിട്ട് നമ്മൾ ആർഗ്യുമെൻറ്റും പാസ് ചെയ്യുന്നില്ല, അവിടുന്ന് വാല്യൂ റിട്ടേൺ ചെയ്യില്ല. വെൻ ഫങ്ഷൻ ഹാസ് നോ ആർഗ്യുമെൻറ്റ് ഇറ്റ് ഡസ് നോട്ട് റിസീവ് എനി ഡാറ്റ ഫ്രം ദ കോളിംഗ് ഫങ്ഷൻ. ഇവിടുന്ന് എന്തില്ല, ഒരു വാല്യൂ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എന്തെന്നില്ല പാസ് ചെയ്യുന്നില്ല, അവിടുന്ന് എന്തില്ല റിസീവ് ചെയ്യുന്നില്ല. സിമിലർലി വെൻ ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ എ വാല്യൂ ദ കോളിംഗ് ഫങ്ഷൻ ഡു നോട്ട് റിസീവ് എനി ഡാറ്റ ഫ്രം ദ കോൾഡ് ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തില്ല, കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ അവിടുന്ന് എന്തില്ല, ഒരു വാല്യൂ നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നില്ല. ദെയർഫോർ നോ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കോളിംഗ് ആൻഡ് കോൾഡ് ഫങ്ഷൻ. അപ്പോൾ കോളിംഗ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സി ഈസ് ഈക്വൽ ടു സം 10,20 എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ കോളിംഗ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. കോൾഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് വെക്കുമല്ലോ. അപ്പം സം ഇസ് ഈക്വൽ ടു ഇൻറ്റ് സം ഇൻറ്റ് എ ഇൻറ്റ് ബി, എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ആ സീൻ്റെ വാല്യൂ കണ്ട് അവിടുന്ന് റിട്ടേൺ. അതിനെയാണ് എന്ത് പറയുന്നത്, അതിനെ നമ്മൾ കോൾഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൾഡ് ഫങ്ഷനും കോളിംഗ് ഫങ്ഷനിലും ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ് ഒന്നും നടക്കുന്നില്ല. ഇവിടുന്ന് ഒരു ഫങ്ഷൻ പറഞ്ഞു, ഓക്കെ, അത് അങ്ങോട്ട് പോകുന്നു, ബാക്കി അവിടുന്ന് ഓപ്പറേഷൻസ് നടക്കുന്നു, തിരിച്ചു വരുന്നു. അല്ലാതെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു വാല്യൂ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, അവിടുന്ന് വരുന്ന സമയത്ത് ഒരു വാല്യൂ അവിടുന്ന് കൊണ്ടുപോരുന്നുമില്ല. ഓക്കെ, ആ കാറ്റഗറിയാണ്. അപ്പോൾ നോക്കുക, ഇതിന് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നോക്കിയേ, ആഷ് ഇൻക്ലൂഡ് stdio.h വോയിഡ് സം വോയിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അവിടെ കൊടുത്തിട്ടുണ്ട് വോയിഡ് സം വോയിഡ് എന്ന് പറഞ്ഞിട്ട് സെമിക്കോളം കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ ഡിഫൈൻ ഫങ്ഷൻ എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇപ്പോൾ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ പോലെ ഫങ്ഷൻ ഡിക്ലറേഷനാണ്. അപ്പോൾ ഇതുപോലൊരു ഫങ്ഷൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ കമ്പൈലർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വോയിഡ് സമ്മ് ബ്രാക്കറ്റിൽ എന്തെങ്കിലും വോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. വോയിഡ് മെയിൻ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ സമ്മ് എന്ന് പറഞ്ഞിട്ട് സെമിക്കോളം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഫങ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്, ജസ്റ്റ് ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എവിടെ നിന്നാണ് തുടങ്ങുക, മെയിൻ ഫങ്ഷൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഫങ്ഷന് സമ്മ് എന്നുള്ള ഫങ്ഷൻ വരും, നേരെ എന്ത് ചെയ്യുക, സമ്മ് എന്നുള്ള ഫങ്ഷനിലോട്ട് പോകും. ഈ വോയിഡ് സമ്മ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ എഴുതുക കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ടാണ് എഴുതി പോവുക. ഇനി അതിൻ്റെ മുകളിൽ എഴുതണം വെച്ചെങ്കിൽ മുകളിൽ എഴുതുക. അപ്പോൾ വോയിഡ് മെയിൻ എഴുതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ വോയിഡ് സമ്മ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടില്ല, ഇൻറ്റ് എ ബി എന്നൊക്കെ, ഈ സാധനം കംപ്ലീറ്റ് എന്ത് ചെയ്യുക, വോയിഡ് മെയിനിൻ്റെ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് വേണ്ട, നമുക്ക് മുകളിൽ കൊടുത്ത ഫങ്ഷൻ്റെ ഡിക്ലറേഷൻ കൊടുക്കണ്ട, നിർബന്ധമില്ല. ഓക്കെ, ഡിക്ലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സാധാരണഗതിയിൽ താഴെ എഴുതും, ചില കേസിൽ മുകളിൽ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ആയിട്ടാണ് എഴുതേണ്ടത് കേട്ടോ, ഒറ്റ പ്രോഗ്രാമിലാണ് ഇത് ഫുൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഹെഡർ ഫയലായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോ ഒക്കെ എഴുതിയ പോലെ stdio.h എഴുതിയ പോലെ തന്നെ നമ്മൾ പേരിൽ ഫംഗ്ഷൻ വെച്ചെങ്കിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും ഇപ്പുറത്ത് എഴുതിയ വോയിഡ് സം എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഡെഫിനിഷൻ എഴുതാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ വോയിഡ് മെയിനിന് സം എന്നില്ല ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും, ആ ഫംഗ്ഷനിലോട്ട് വരും. ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും പാസ് ചെയ്തോ, ഇല്ല. സം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്തെങ്കിലും വാല്യൂ പാസ് ചെയ്തോ, ഇല്ല, ഒന്നും പാസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിലേക്കും തിരിച്ച് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ, സി ഈസ് ഈക്വൽ ടു ഇല്ല, വെറുതെ ജസ്റ്റ് സം എന്നില്ല ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നൊന്നും അങ്ങോട്ട് പാസ് ചെയ്യുന്നില്ല, അവിടെ നിന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ നോക്കിയാൽ ഇൻറ്റ് എ ബി സി പ്രിൻ്റ് ഓഫ് എൻ്റർ 2 നമ്പേഴ്സ്, 2 നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അതെന്ത് ചെയ്യും, എക്കും ബിക്കും നമുക്ക് എടുക്കും. അത് കഴിഞ്ഞ ശേഷം സി ഈസ് ഈക്വൽ ടു a + b എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ കണ്ടു, 2 നമ്പറിൻ്റെ സം കണ്ടു, പ്രിൻ്റ് സം ഓഫ് 2 നമ്പേഴ്സ് എന്നാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ യൂസറെ കയ്യിൽ നിന്ന് വാല്യൂസ് മേടിക്കുന്നതും യൂസർക്ക് റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നതും എല്ലാം എന്ത് ചെയ്യുക, ഈ സമ്മിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഒരു പ്രോഗ്രാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 4 കാറ്റഗറിയിലും നമുക്ക് ചെയ്യാം, ഒരേ റിസൾട്ടും ആയിരിക്കും. മനസ്സിലായല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നോ, അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ പ്രിൻ്റ് ചെയ്യാൻ വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം, ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടും ചെയ്യാം, നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം.
മൂന്നിനും ഒരേ റിസൾട്ട് ആയിരിക്കും. പക്ഷെ എന്തുണ്ടാവില്ല, എന്താ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നിടത്ത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇത് 4 കാറ്റഗറിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ പ്രോഗ്രാം, ഈ പ്രോഗ്രാമിനെ നമുക്ക് 4 കാറ്റഗറിയിലും ചെയ്യാം, ഒരേ റിസൾട്ടും ആയിരിക്കും. യൂസർക്ക് അത് മനസ്സിലാക്കാനും കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, 4 രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അത് ചില സംഭവങ്ങൾ പല സമയങ്ങളിൽ പല പോലെയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് 4 കാറ്റഗറി. ഓക്കെ, 4 കാറ്റഗറിയിലും എന്ത് ചെയ്യുക, ഒരേ പ്രോഗ്രാം 4 കാറ്റഗറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഇപ്പോൾ ഈ എക്സാമ്പിളിൽ തന്നെ നോക്കുക. മെയിൻ കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യും, വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇവിടെ നമ്മൾ യൂസറേറ്റിൽ നിന്ന് വാല്യൂ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ വാല്യൂ ആണ് പാസ് ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് നേരെ ഫംഗ്ഷൻ വിളിച്ച് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് യൂസറേറ്റിൽ നിന്ന് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യലും കാൽക്കുലേഷനും അവിടെ തന്നെയാണ്, പ്രിൻറ്റിങ്ങും ഒക്കെ അവിടെ തന്നെയാണ്. ആ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ വരും. അപ്പോൾ ഇവിടെ ഒരു ആർഗ്യുമെൻറ്റും പാസ് ചെയ്തിട്ടില്ല, റിട്ടേൺ ചെയ്തിട്ടില്ല. മറ്റേത് എന്ത് ചെയ്യും, ഈ സി എന്നുള്ള വാല്യൂ ഇവിടെ നിന്ന് എന്തുണ്ടാവും, റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഇവിടെയാണ് പ്രിൻറ്റ് ചെയ്യാറ് സാധാരണ. ഇപ്പോൾ ഈ ഇൻറ്റ് ABC എന്ന് പറഞ്ഞാൽ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്തുണ്ടാവും, ഇവിടെ മുകളിൽ കൊടുത്തിട്ട് ഇത് എന്ത് ചെയ്യും, C = സം ഓഫ് A, B എന്ന് പറഞ്ഞ് പാസ് ചെയ്യും. ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഇവിടെയൊക്കെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, അതിവിടെ വരും. ഓക്കെ, ഇതിൻ്റെ കേസിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് വരുന്ന സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നേരെ കോൾ ചെയ്യേ ചെയ്യുള്ളൂ. ബാക്കി ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നടക്കുക. മനസ്സിലായാലും ഇതാണ് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഫസ്റ്റത്തെ ശരിക്കും മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് മനസ്സിലാവും. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അടുത്ത് നോക്കുക, ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഇതിലെന്തുണ്ടാവും, ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഒന്നും റിട്ടേൺ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നോക്കുക, ഓക്കെ, ഇപ്പോൾ മുകളിൽ എഴുതിയ വോയിഡ് സം ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നപ്പോൾ എന്ത് ചെയ്ത് അങ്ങനെ കൊടുത്തു. ഇവിടെ ആർഗ്യുമെൻ്റ് ഒന്നും പാസ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മുകളിൽ എന്ത് ചെയ്യുക, വോയിഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നില്ല, വോയിഡ് ഒന്നും റിട്ടേൺ ടൈപ്പും ഇല്ലാത്തതുകൊണ്ടാണ് വോയിഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വോയിഡ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്, ഇൻറ്റ് ആയിരിക്കും വരിക. ഓക്കെ, അത് നമ്മൾ മെയിൻ്റെ സംഭവത്ത് പറഞ്ഞു, ഒരു ഫംഗ്ഷൻ്റെ ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റാണ്. ഓക്കെ, ഇവിടെ ഒന്നും കൊടുത്തില്ല, സം വോയിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യുക, ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വോയിഡ് കൊടുത്തു, ഒന്നും ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാത്തതുകൊണ്ട് വോയിഡ് കൊടുത്തു. ഇപ്പുറത്തേൽ നോക്കാം, നമുക്ക് എന്തില്ല, റിട്ടേൺ ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വോയിഡ് എന്ന് കൊടുത്തുകൊണ്ടോ നോ റിട്ടേൺ വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വോയിഡ് കൊടുത്തു, പക്ഷേ ആർഗ്യുമെൻ്റ് ഉണ്ട് അല്ലേ, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുക, അതുകൊണ്ടാണ് ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. കഴിഞ്ഞ് നമുക്ക് മെയിനിലോട്ട് വരിക. മെയിൻ ഓക്കെ, ഇൻറ്റ് A, B ഇവിടുന്ന് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെണ്ണം, യൂസറെ കയ്യിൽ നിന്ന് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യണം. ഓക്കെ, പക്ഷെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തില്ല, റിട്ടേൺ ടൈപ്പ് ഇല്ല. അപ്പോൾ ഇൻറ്റ് A, B എൻ്റർ 2 നമ്പേഴ്സ് എന്ത് ചെയ്യുക, നമ്പർ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എക്കും ബി കൊടുത്തു. എന്നിട്ട് സം A, B കണ്ടോ, എന്നിട്ട് സം A, B എന്ന് പാസ് ചെയ്തു. നേരെ അവിടുന്ന് എന്ത് ചെയ്യും, ഇവിടെ വരും. ഇവിടുന്ന് പാസ് ചെയ്യുന്ന എയും ബിയും എന്ത് ചെയ്യും അല്ലേ, ഇവിടുന്ന് ഈ പാസ് ചെയ്യുന്ന എയും ബിയും എന്തുണ്ടാവും, നേരെ ഇവിടെ എക്സിലും വൈയിലും വരും. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ എക്സിലും വരും, ബിയുടെ വാല്യൂ വൈയിലും വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റ് എസ് = x + y. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യാണ്. മനസ്സിലായി, റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, സം A, B എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരും. അവിടുന്ന് പാസ് ചെയ്ത 2 വാല്യൂ ഇവിടെ വന്നതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. മനസ്സിലായി, ഇപ്പുറത്ത് എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ആക്സെപ്റ്റ് ചെയ്യലും, യൂസറെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യലും പ്രിൻറ്റ് ചെയ്യലും എല്ലാം ഇവിടെ ചെയ്തിരുന്നു. ഇവിടുന്ന് എന്ത് ചെയ്യുക, യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യണ ഈ ഒരു പോർഷൻ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങോട്ട് മാറ്റി. മനസ്സിലായ, ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, പ്രിൻറ്റിങ് ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്തത്. മനസ്സിലായി, അതാണ് ഫംഗ്ഷനിൽ ആർഗ്യുമെൻ്റ് ഉണ്ട്, പക്ഷേ റിട്ടേൺ വാല്യൂ ഇല്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, റിട്ടേൺ വാല്യൂ ഇല്ല, ആർഗ്യുമെൻ്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇവിടെ എഴുതി. അപ്പോൾ എന്തുണ്ടാവും, റിസൾട്ട് ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അടുത്ത കാറ്റഗറിയൊക്കെ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഫംഗ്ഷനിൽ എന്തുണ്ട്, ആർഗ്യുമെൻറ്റും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. ആർഗ്യുമെൻറ്റും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇൻറ്റ് ഉണ്ടോ, റിട്ടേൺ വാല്യൂ ഇൻറ്റ് ഉണ്ട്. സം ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ. അപ്പോൾ എന്ത് ചെയ്യുക, റിട്ടേൺ ടൈപ്പ് എന്താണ്, ഈ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണ്, ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇപ്പം ഇവിടെ ഇൻറ്റ് നിർബന്ധമല്ല കൊടുക്കാതിരുന്നാൽ മതി. നമ്മൾ ഡിഫോൾട്ട്
ഡിഫോൾട്ട് ഒരു ഫംഗ്ഷൻ്റെ ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് ഇൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അവിടെ വോയിഡൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം ഇല്ലെങ്കിൽ. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഇൻ്റ് എന്ന് കൊടുക്കണം. നേരെ സമ്മെന്ന് കൊടുത്താലും മതി, എടുക്കും. പക്ഷെ നമുക്കത് നമ്മളിവിടെ പഠിക്കുന്നുള്ളല്ലോ, അതുകൊണ്ട് ഇവിടെ കൊടുത്തതാണ് ഇൻറ്റ് സമ്മ് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, 2 ഇൻറ്റിജർ വാല്യൂ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഇവിടുന്ന് എന്തുണ്ട്, 2 വാല്യൂ ആക്സെപ്റ്റ് ചെയ്തു, അത് എന്ത് ചെയ്തു, ഇവിടുന്ന് പാസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയേ, എസ് എന്ന് പറഞ്ഞ വേരിയബിൾക്ക് ഇവിടെ വരുന്നുണ്ട് കണ്ടോ, എസ് എന്ന് പറഞ്ഞ വേരിയബിൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എസ് ഇസ് ഈക്വൽ ടു സം ഓഫ് എ കോമ ബി. അപ്പോൾ എന്ത് ചെയ്യുക, വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യും. പാസ് ചെയ്തതിന് ശേഷം അവിടെ കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം അവിടുന്ന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എന്ത് ചെയ്യും, ഈ എസ് എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്തുണ്ടാവും, സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ എസ് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യലും പ്രിൻറ്റിങ്ങും ഒക്കെ എന്ത് ചെയ്തു, ഇവിടെ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ കാറ്റഗറിയിൽ നമ്മളെല്ലാം ഇവിടെ ചെയ്തിരുന്നു. സമ്മിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് പ്രിൻറ്റിങ്ങും ആക്സെപ്റ്റിങ്ങും പ്രിൻറ്റിങ്ങും ഒക്കെ. അതെന്ത് ചെയ്തു, നേരെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് മാറ്റിയല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി പ്രോഗ്രാം എങ്ങനെ നോക്കുക. ഇപ്പോൾ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറയും, 2 നമ്പർ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, എസ് ഇസ് ഈക്വൽ ടു സം ഓഫ് എ കോമ ബി. എ ബി എന്നില്ല ഇവിടുന്ന് പാസ് ചെയ്യും. നേരെ ഇവിടെ നമ്മളെ സമ്മ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടേക്കെത്തി എൻ്റെ വാല്യൂ എക്സിലും ബീൻ്റെ വാല്യൂ വൈയിലും വരും. എന്നിട്ട് എന്ത് ചെയ്യുക, എ കോമ ബി കോമ സി. എ ഇസ് ഈക്വൽ ടു എക്സത്തെ വാല്യൂ എ കൊടുത്തു, വൈത്തെ വാല്യൂ ബി കൊടുത്തു. എന്നിട്ട് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടോ റിട്ടേൺ താഴെ കണ്ടോ കാണിച്ചിരിക്കുന്നത്, കണ്ടോ താഴെ കാണിച്ചു നോക്കിയാൽ റിട്ടേൺ സി. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ സിയിൽ എന്ത് ചെയ്തു, എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. അതാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ സി എന്താണ് കണ്ടോ, സി ആണ് റിട്ടേൺ ചെയ്യുന്നത്. സീൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ, ഇൻ്റ് ആണ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇൻ്റ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായേ. ഇപ്പോൾ ഈ സീൻ്റെ വാല്യൂ ഇവിടെ ഫ്ലോട്ടാണ് അല്ലേ, ഫ്ലോട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഡിവിഷനോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലോട്ട് വാല്യൂ ഒന്ന്, അപ്പോൾ സി ഫ്ലോട്ട് ആണെങ്കിലോ, അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, നമ്മൾ ഫ്ലോട്ട് കൊടുക്കേണ്ടി വരും ഇൻറ്റിന് പകരം റിട്ടേൺ ടൈപ്പ്. മനസ്സിലായോ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഈ എസ്സും അതേപോലെ തന്നെ ഫ്ലോട്ടാക്കി മാറ്റേണ്ടി വരും. മനസ്സിലായോ. അപ്പോൾ ഇവിടെ ഇൻറ്റിജർ ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എയും ബിയും പ്ലസ് ചെയ്തിട്ട് സിയിൽ സ്റ്റോർ ചെയ്തു, റിട്ടേൺ സി. ആ റിട്ടേൺ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണോ കോൾ ചെയ്തത് ആ സ്ഥലത്തോട്ട് ആ വാല്യൂ വരും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കോൾ ചെയ്ത് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ആ സീൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന എന്തുണ്ടാവും, ഈ എസ് എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്തുണ്ടാവും, സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് ഓക്കെ പ്രിൻ്റ് ഓഫ് സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എസിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആർഗ്യുമെൻ്റ് ഉള്ളതും റിട്ടേൺ വാല്യൂ ഉള്ളതുമായിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ അവിടെ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായില്ലേ. അടുത്തത് നോക്കിയേ, ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ബട്ട് റിട്ടേൺ വാല്യൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആർഗ്യുമെൻറ്റ് ഉണ്ടാവില്ല പക്ഷേ റിട്ടേൺ വാല്യൂ ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടാവും, യൂസറെ കയ്യിൽ നിന്ന് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യൽ സമ്മ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും. പക്ഷേ അവിടെ നിന്ന് എന്തുണ്ടാവും, വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുമ്പോൾ അവിടെ റിട്ടേൺ സി എന്ന് പറയും. അപ്പോൾ പ്രിൻറ്റിങ് അവിടെ ഉണ്ടാവും, റിസൾട്ട് പ്രിൻറ്റ് ചെയ്യൽ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിയേ കേട്ടോ, ഫസ്റ്റത്തെ നമ്മൾ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ നോക്കുക. റിട്ടേൺ വാല്യൂ ഉണ്ട് അല്ലേ, റിട്ടേൺ ടൈപ്പ് ഇല്ലേ, അതുകൊണ്ടാണ് ഇൻറ്റ് കൊടുത്തത്. ആർഗ്യുമെൻ്റ് ഉണ്ടോ, ഇല്ല, അതുകൊണ്ട് വോയിഡ് കൊടുത്തു. ഇപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, എസ് ഇസ് ഈക്വൽ ടു സം ഓഫ് എന്ന് പറഞ്ഞു. നേരെ ഇവിടെ വരും, ഇൻറ്റ് എ കോമ ബി എന്ന് പറയും. എന്ത് ചെയ്യുക, അപ്പോൾ 2 വാല്യൂ ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന ഇവിടെ എസ് എന്ന് പറഞ്ഞ വേരിയബിൾക്ക് വരും, അതിവിടെ പ്രിൻറ്റ് ചെയ്യും. ഇതാണ് 4 കാറ്റഗറി. ഓക്കെ, അപ്പോൾ ശരിക്കും പഠിക്കുക കേട്ടോ. താങ്ക് യു.